വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് വെടിവെച്ചിടപ്പെട്ട US-F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ വാർത്ത ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നു. ഇറാനിലെ ശത്രുപാളയത്തിൽ കുടുങ്ങിപ്പോയ സൈനിക ഉദ്യോഗസ്ഥനെ അമേരിക്കൻ സൈന്യം സുരക്ഷിതമായി തിരിച്ചെത്തിച്ച വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ ഒന്നാണിതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പരിക്കേറ്റ നിലയിലാണെങ്കിലും കേണൽ പദവിയിലുള്ള ഈ പൈലറ്റ് ഇപ്പോൾ സുരക്ഷിതനാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ F-15 വിമാനം തകർത്തത്. വിമാനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാരിൽ ഒരാളെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ രക്ഷപ്പെടുത്തിയ സൈനികൻ കൂടി തിരിച്ചെത്തിയതോടെ വിമാനത്തിലുണ്ടായിരുന്ന 2 പേരും സുരക്ഷിതരായതായി സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ ഈ രക്ഷാദൗത്യത്തിന്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളോ മറ്റ് വിശദാംശങ്ങളോ പെന്റഗണോ ഔദ്യോഗിക വൃത്തങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്തത് സമൂഹത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം പൈലറ്റ് ഉണ്ടെന്ന് കരുതുന്ന മേഖലകളിൽ അമേരിക്ക ബോംബ് വർഷം നടത്തുന്നതായി ഇറാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ശത്രുപക്ഷത്തിന്റെ പിടിയിലാവുകയാണെങ്കിൽ പൈലറ്റിൽ നിന്ന് സൈനിക രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ അദ്ദേഹത്തെ വകവരുത്താനുള്ള അമേരിക്കയുടെ ശ്രമമാണിതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉദ്ധരിച്ച് ഇറാന്റെ വാദം. എങ്കിലും നയതന്ത്ര വിദഗ്ധർക്കിടയിൽ വലിയ വിശകലനവും ഇതേക്കുറിച്ച് നടക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ ഒന്നായാണ് പൈലറ്റായ കേണലിനെ മോചിപ്പിച്ച ദൗത്യത്തെ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. പ്രദേശത്തെ ഭൗമ സാഹചര്യവും ചൂണ്ടിക്കാട്ടിയുള്ള വിശകലനങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ട സൈനികൻ ശത്രുപാളയത്തിൽ അകപ്പെട്ടു പോയിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്താൻ ഇറാൻ സൈന്യം വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ അമേരിക്കൻ കമാൻഡോകൾ ഇറാന്റെ മണ്ണിലിറങ്ങി ഇദ്ദേഹത്തെ സുരക്ഷിതനായി തിരിച്ചെത്തിച്ചത്. ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക മികവും മനോവീര്യവും ശത്രുക്കൾക്ക് മുന്നിൽ തെളിയിക്കുന്ന ഒന്നായി മാറിയെന്ന് ഒരു പക്ഷം വാദിക്കുന്നുണ്ട്. പക്ഷേ മലകളും കുന്നുകളും നിറഞ്ഞ IRGCയുടെയും ചാരന്മാരുടെയും ശക്തമായ സ്വാധീനമുള്ള ഇവിടെ അമേരിക്കൻ സൈനികർ എങ്ങനെ ഇറങ്ങിയെന്ന ചോദ്യം മറുവിഭാഗവും ഉന്നയിക്കുന്നുണ്ട്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക ഇറാൻ യുദ്ധം നിലവിൽ അതീവ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെയാണ്. നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുള്ള സൂചനകൾ ഒരു വശത്ത് നൽകുന്നുണ്ടെങ്കിലും ഇറാനെ പൂർണ്ണമായി തകർക്കുമെന്ന കടുത്ത ഭീഷണികളുമായി ട്രംപ് രംഗത്ത് തന്നെയുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നതാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ലോകത്തെ എണ്ണ പ്രകൃതിവാതക വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്ന ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയത് ആഗോള ഊർജ പ്രതിസന്ധിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ രാജ്യം കനത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാന് നൽകിയ 10 ദിവസത്തെ സമയപരിധി അവസാനിക്കാറായെന്നും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകാത്ത പക്ഷം ഭീകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ ഏറ്റവും പുതിയ നിലപാടിൽ പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട ഈ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ.